for life. അടിച്ചു പൊളിക്കണം guys. Come on guys, കട്ട കളിക്കണം പറ. അപ്പോൾ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ Q&A നമുക്ക് പോവാം. ഇത് പാർട്ട് 3 ആണ്. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, പോയി കാണുക. ഇത് കണ്ടുപോയി കണ്ടാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പാർട്ട് 2 ലോങ് ആയതുകൊണ്ട് അതിന് പാർട്ട് 3 ആക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ പോ കമോൺ. സൊമാറ്റോയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെലിവറി പിക്കപ്പ് സ്പോട്ടും റൂട്ടും ചോദിച്ചത് ആനന്ദും ഇജാസ്. അത് 2 വർഷം മുമ്പ് ഡെലിവറിക്ക് പോയത്. രാത്രി 10-10:30 മണിയായി. നല്ല വിശപ്പുണ്ടായിരുന്ന സമയത്ത്, പാപനം ഉണ്ടായിരുന്നു. അപ്പൊ കസ്റ്റമർ കണ്ട് ഫുഡ് കൊടുത്ത സമയത്ത് കസ്റ്റമർ 50 ടിപ്പ് തന്നു. എന്നിട്ട് ആ പുള്ളി പറഞ്ഞ് ബ്രോ ആഹാരം കഴിച്ചെന്ന് വെച്ചു. നല്ല വിശപ്പുള്ള സമയമായിരുന്നു. ഞാൻ ആഹാരം കഴിച്ചില്ല, പോണ കാപ്പി പിടിച്ച് പോകാൻ പറഞ്ഞു. ഇത്രയും പറഞ്ഞോളൂ. പക്ഷെ ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് എമോഷണൽ ഫീൽ ആയി. കാരണം അതെങ്കിലും ചോദിക്കാൻ ആളുണ്ടല്ലോ കസ്റ്റമർ സൈഡിൽ നിന്ന്. ചില ആൾക്കാരൊന്നും ചോദിക്കില്ല, മാഷിന് ഉണ്ടാതെ പോകും. താങ്ക്സ് പോലും പറയും. താങ്ക്സ് പറയണ്ട, ചിരിക്കാൻ പോലും ഇല്ലല്ലോ. ചില ആൾക്കാർ ഇതുപോലെ കാപ്പി കുടിച്ചാ നിങ്ങൾ ഓക്കെ ആണോ, ടിപ്പ് വെച്ചോ, ചായ കുടിച്ചോ എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം. ആ ഒരു ഇതിന് മറക്കാൻ പറ്റില്ല ജീവിതത്തിൽ. ആ ഡെലിവറി, ആ പുള്ളി 50 ടിപ്പ് വന്നു, അത് വിഷയമില്ല. ആ പുള്ളി ചോദിച്ചില്ലേ നിങ്ങൾ ആഹാരം കഴിച്ചു വന്നു, അതാണ് വേണ്ടത്. ഒരു എപ്പോഴും ഒരു പ്രാവശ്യം കഴിഞ്ഞ വർഷം ഫുഡ് അല്ല ഫ്രൂട്ട്സ് എല്ലാം കൂടെ കൊണ്ടുവന്നില്ല. അത് ശരിയാണ്. ഓറഞ്ച് എല്ലാം കൂടെ അതൊരു കസ്റ്റമർ ശരിയാണ്. ഡോക്ടറാണ്. ഉച്ചയ്ക്ക് ഒരു പൂജപ്പുരം മുടമോൾ ഭാഗത്ത് ഡെലിവറിക്ക് പോയിരുന്നു. ഡോക്ടറായിരുന്നു. ഉച്ച സമയത്ത് നല്ല വിശപ്പുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് എപ്പോഴും വിശപ്പാണല്ലോ, നമ്മൾ ആരും കഴിക്കില്ല സമയത്തിന്. കസ്റ്റമറിന്റെ ആ ഒരു കെയറിംഗ് ആണ് ഏറ്റവും വലിയ ഹാപ്പിനെസ് നമുക്ക്. അപ്പൊ അങ്ങനെ 2-3 കസ്റ്റമർ ഉണ്ട് ഓർമ്മയിൽ. അവരൊക്കെ നല്ല ഡെലിവറിയാണ്. പിക്കപ്പ് സ്പോട്ട് പൂജപ്പുരം അഷീസ് വേറെ ആര് അവിടെ റെഡിയാ ഓർഡർ ഉടനെ. വേറെ അവിടെ പോയി 1/2 മണിക്കൂർ 1 മണിക്കൂറോ മാക്സിമം. അസീസ് പൂജപ്പുരയിൽ ഒരു മാക്സിമം 10 മിനിറ്റ് ആവുള്ളൂ, അതിനപ്പുറം പോവില്ല. ഇഷ്ടപ്പെട്ട റൂട്ട് നമ്മൾ അങ്ങോട്ട് തന്നെ, അങ്ങോട്ട് പേട് മലങ്കി സൂപ്പറാണ്, ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇങ്ങോട്ട് ഹൈവേയിലൊക്കെ പോകാൻ ഇഷ്ടമാണ്. അങ്ങോട്ട് പ്രാവശ്യം അങ്ങോട്ടൊക്കെ എനിക്ക് 8-10 കിലോമീറ്റർ ഡെലിവറി പോകണം. മാക്സിമം ലോങ് ട്രിപ്പ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അടുത്ത ദിവസം പറ. നിങ്ങളുടെ സൊമാറ്റോ വ്ലോഗ് ഫാനാണ് ഞാൻ. കമന്റ് വായിക്കാം. പുള്ളി കമന്റ് വിത്ത് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ സൊമാറ്റോ വ്ലോഗ് ഫാനാണ് ഞാനും എന്റെ ഫാമിലി. ഫാമിലി കാണോ, സൂപ്പർ. എങ്കിലും നിങ്ങൾ ഫാമിലിയായി 3-4 ട്രിപ്പ് പോയതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ബഡ്ജറ്റ് സെറ്റ് ആയാൽ അതുപോലെ ഒരു ലോങ് ട്രിപ്പ് വിത്ത് ഫാമിലി ഉടനെ ഉണ്ടാകുമോ? പൈസ സെറ്റ് ആയതാ ഈ സെക്കൻഡ് ബാങ്ക് തൂക്കി ഇറങ്ങും. റെഡിയാ നിൽക്കുകയാണ്. വേറെ ജോലി തോന്നുന്നു. ട്രാവൽ ലോഗിൽ ജോലി നമ്മളെ യൂട്യൂബല്ലേ. പിന്നെ സൊമാറ്റോ ഓഡിയൻസ് അത് കാണൂല, അത് വേറെ വിഷയം. അവർക്ക് സൊമാറ്റോ വ്ലോഗ് കാണുള്ളൂ. അവരൊന്നും കണ്ടിരുന്നെങ്കിൽ വേറെ ലെവലായിരുന്നു. നമ്മൾ യൂട്യൂബ് ഒന്ന് അടുത്ത ലെവലിൽ റീച്ച് ആവണം. നല്ല റവന്യൂ മാസം അടിക്കണം. മാസം ഒരു 30,000-50,000 വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം യൂട്യൂബർ ആവും. പിന്നെ സൊമാറ്റോ വ്ലോഗും കാണും, ആഴ്ചയിൽ 2 വീഡിയോ കാണും. പിന്നെ ബാക്കിയുള്ള ആഴ്ചയിൽ 3-4 വീഡിയോസ് ട്രാവൽ വ്ലോഗും, പിന്നെ കപ്പിൾ വ്ലോഗും, ബൈക്ക് റൈഡ്, കാർ റൈഡ്, അങ്ങനെ എല്ലാ വ്ലോഗും കാണും. ഓക്കെ, പൈസയാണ് വിഷയം. മണി. സൊമാറ്റോ ഓഡിയൻസ് എന്ന് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ. ദയവ് ചെയ്ത് വേറെ ഒന്നും വേണ്ട, നിങ്ങള് നിർബന്ധിക്കില്ല, ചുമ്മാ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഞാൻ ചുമ്മാ കളിക്കാണത്. സൊമാറ്റോ ഓഡിയൻസ് ഒന്ന് ചുമ്മാ കണ്ടു നോക്കും, ഒരു 2 വീഡിയോ കണ്ടു നോക്കും. ചിലപ്പോൾ ഇഷ്ടപ്പെടും, പറയാൻ പറ്റില്ല. നിങ്ങൾ നാളെ ഫാമിലിയായിട്ട് ട്രിപ്പ് പോകും ഒരു ദിവസം. അപ്പൊ നിങ്ങൾ ഇതേ ഫീലിംഗ് അനുഭവിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ചിലപ്പോൾ ഇഷ്ടപ്പെടും. നിങ്ങൾ മാക്സിമം ബൈക്ക് റൈഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ബൈക്ക് മാത്രം കണക്ട് ആവുള്ളൂ. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് അതുൽ. ഓക്കെ, താങ്ക് യു. പിന്നെ അടുത്ത ഫേവറേറ്റ് സോങ്. ഓരോ സോങ് കേൾക്കുമ്പോഴും നല്ല രസമായിരിക്കും ഓരോ ഇയറിലും. പിന്നെ കേട്ട് മടുക്കുമ്പോൾ ആ സോങ് ഫേവറേറ്റ് ആയി പോകും. അതുകൊണ്ട് ഫേവറേറ്റ് സോങ് പറയാൻ എനിക്ക് ഉണ്ട് 2-3 പാട്ടുണ്ട്. മോട്ടിവേഷൻ സോങ് ആണ്. ഒന്ന് നാൻ സിനിമയിൽ പാട്ട്. ഇപ്പൊ തമിഴിലൊരു സിനിമ ഉണ്ട്, നാൻ എന്ന് പറയും. അതിലൊരു പാട്ടുണ്ട്, ഉലകിനിൽ മിക ഉയരം. ഒരു മോട്ടിവേഷൻ സോങ് ആണ്, ഒരു സാഡ് മോട്ടിവേഷൻ ആണ്. അതായത് എന്ത് വിഷമത്തിരുന്നാലും ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട്. കാരണം അത്ര വിഷമത്തിലുള്ള പാട്ടാണ് ആ പാട്ട്. പടത്തിന്റെ പേര് നാൻ പടം. അഭിനയിച്ച നടന്റെ പേര് വിജയ് ആന്റണിയാണ്. അപ്പൊ നിങ്ങൾ ആ പാട്ട് അറിയായിരിക്കും. ഉലകിനിൽ മിക ഉയരം മനിതനിൽ തിരു ഇതയം. സൂപ്പർ പാട്ടാണ്. നല്ല മോട്ടിവേഷൻ പാട്ട്. പിന്നെ അതേപോലെ വിജയുടെ പാട്ടുണ്ടല്ലോ, എല്ലാ പുകഴും ഇറയവൻ ഒരുവനുക്ക്. സത്യം പറഞ്ഞ മോട്ടിവേഷൻ സോങ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ പാട്ട് ഇഷ്ടമാണ്, ധനുഷിന്റെ പടം ഉണ്ടല്ലോ തിരുച്ചിത്രമ്പലം. ആ പടത്തിലെ പാട്ടുണ്ടല്ലോ, കൺ പാർത്ത് കഥ പേസനിയും. ആ പാട്ട് അത് മെയിനായിട്ട് കണക്ട് ആവാൻ കാരണം ഡെലിവറി. ആ പടത്തിൽ ധനുഷ് വന്നിട്ട് ഒരു ഫുഡ് ഡെലിവറി ആളാണ്. അപ്പൊ നമ്മളെ ആളെ തന്നെ, അതുകൊണ്ട് ആ പാട്ട് കണക്ട് ആവശ്യമായിട്ട്. ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു മോട്ടിവേഷനും ഒരു ഫീലുമാണ്. ഈ 3 പാട്ടാണ് എന്റെ മൈൻഡിൽ എപ്പോഴും. എത്ര കേട്ടാലും മടുക്കാത്ത പാട്ടാണ് ഈ പാട്ടുകളൊക്കെ. ബാക്കിയുള്ള പാട്ടുകൾ നമുക്ക് കേട്ട് മടുത്തു അല്ലേ? ലവ് സോങ് പറയണോ? അത് നിൽക്കണം ലവ് സോങ് പറയാൻ വേണ്ടിട്ട്. നമ്മൾ ആലോചിച്ചതേ പാടണ്ടേ? അതല്ല എന്നെ ആലോചിച്ച് പാടുന്നല്ല, അങ്ങനെ പെട്ടെന്ന് നമുക്ക് ആക്കുമ്പോൾ മോട്ടിവേഷൻ പാട്ട് കേട്ട് കഴിഞ്ഞാൽ മതിയാന്ന് ആലോചിച്ച് പോലെ. മെലഡി സോങ് ലിസ്റ്റ് കുറെ ഉണ്ട്, പറയാൻ പോയ കുറെ. എല്ലാ പാട്ടും ഇഷ്ടം തന്നെ. അതേപോലെ എല്ലാ നടന്മാരെ പാട്ടും മെലഡി സോങ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ കേൾക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അത് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല ഇന്ന പാട്ടെന്നുള്ളത്. ഒരു ബെസ്റ്റ് പാട്ട് പോയിന്റ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെ മോട്ടിവേഷൻ ആയി. നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത്
ഈ പാട്ടുകൾ ഞാൻ കുറച്ച് ഉഷാറാവും, കുറച്ച് ആക്റ്റീവ് ആവുന്നുള്ളത് ഈ പാട്ടുകളാണ്. അടുത്ത ആള് ക്വസ്റ്റ്യൻ ചോദിച്ചത് ശ്രീദർശൻ. ശ്രീദർശൻ. ഓക്കെ, ശ്രീദർശൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു ഇഷ്ടപ്പെട്ട പാട്ടും കൂടെ കമന്റ് ചെയ്തേരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ബിഗസ്റ്റ് ഡ്രീം. ബിഗ്ഗസ്റ്റ് ഡ്രീം സ്വന്തം വീട് വെച്ച്. അത് തന്നെ ബിഗ്ഗസ്റ്റ് ഡ്രീം. സ്വന്തം വീട്, സ്വന്തമായിട്ട് വീട് വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ കുറെ നമ്മളൊക്കെ വെളിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കുറെ അനുഭവിക്കണം. കുറെ എന്താ അത് പറയാ, വാടക വീട്ടിൽ ഒരു വീട് മാറുമ്പോഴാണ് നമ്മൾ അറിയണത്. അതൊന്ന് ചില സിറ്റുവേഷനിൽ നമുക്ക് തോന്നും സ്വന്തം വീടില്ലാത്തത് കൊണ്ടാണോ നമ്മൾ ഇതൊക്കെ അനുഭവിക്കുന്നത് എന്നുള്ളത് തോന്നും. അത് വാടക വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. സിമ്പിൾ. ഒരു വീട് മാറി പോകാൻ നേരത്ത് ഒരു ചെറിയ വഴക്കുണ്ട് ഓണറായിട്ട്. അപ്പോഴാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതിന് കൈ കെട്ടി കേട്ടോണ്ട് പോകാൻ തന്നെ. വീടായി യൂസ് ചെയ്യും, ചെറിയ ചെറിയ എന്തെങ്കിലും പോറൽ വരും. വീടിന് ഒരു ഡാമേജ് വരാതിരിക്കണമെങ്കിൽ ആ വീട് വാടക വിടാൻ പാടില്ല. ചെറിയ ചെറിയ എന്തെങ്കിലും വരും. ഇപ്പോൾ ഒരു പൈപ്പ് യൂസ് ചെയ്യണം, ആ പൈപ്പ് കംപ്ലൈന്റ് ആയി പോകും. യൂസ് ചെയ്യണ പൈപ്പിൽ കംപ്ലൈന്റ് ആകും, നമ്മൾ വാടക കൊടുക്കുകയല്ലേ. പിന്നെ ലാസ്റ്റ് അഡ്വാൻസിന് പിടിക്കും പൈസ, അത് വേറെ വിഷയം. അഡ്വാൻസിന് പിടിക്കുകയും ചെയ്യും, നമ്മൾ ചീത്ത വിളിക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പൊ സ്വന്തം വീടാണ് ഏറ്റവും വലിയ ഡ്രീം. സത്യം പറയല്ലോ, അത് കഴിഞ്ഞ് മതി ബൈക്കും കാറും ഇല്ല. അപ്പൊ എന്റെ ഫാമിലി ആയിട്ട് എനിക്ക് സ്വന്തം വീട്ടിലിരിക്കണം, അതാണ് എന്റെ ഏറ്റവും വലിയ ഡ്രീം. ഇപ്പോഴത്തേക്ക് ആഷിഖാണ് ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ പുതിയ വണ്ടി ഇലക്ട്രിക് ഓർ പെട്രോൾ നിക്കാണ് ചോദിച്ചിരിക്കുന്നത്. പുതിയ വണ്ടി ഇലക്ട്രിക് പെട്രോൾ ആണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ പെട്രോൾ മതി, ഇലക്ട്രിക് വേണ്ട. കാരണം ഇലക്ട്രിക് വണ്ടി എടുത്തവന്മാരെ കിടക്കുകയാണ് ഷോറൂമിന് ഫ്രണ്ടിലായിട്ട്. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, വണ്ടി കംപ്ലൈന്റ് സർവീസ് കൊടുത്ത് മാസങ്ങളായി. പിന്നെ വണ്ടി കെട്ടി വീട്ടിൽ ഇറക്കി വെച്ച് പിന്നെ കംപ്ലൈന്റ് ആയി. അതുകൊണ്ട് ഇലക്ട്രിക് വണ്ടി ഇപ്പോഴത്തേക്ക് വേണ്ട. ആദ്യം നമ്മുടെ നാട്ടിൽ കുറെ ഇലക്ട്രിക് വർക്ക്ഷോപ്പ് വരട്ടെ. ഇലക്ട്രിക് സ്കൂട്ടർ വണ്ടികൾ ഉപയോഗിക്കുന്ന വർക്ക്ഷോപ്പ് വന്നു കഴിഞ്ഞാലേ എല്ലാം ശരിയാവും. ഇപ്പോഴത്തേക്ക് നമുക്ക് വർക്ക്ഷോപ്പ് കുറവാണ്. അപ്പൊ കംപ്ലൈന്റ് ആയി സർവീസ് കിട്ടാൻ പാടാണ്. അതാണ് ഏറ്റവും വലിയ വിഷയം. അതുവരെ പെട്രോൾ വണ്ടി മതി, സേഫ് ആണ്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വണ്ടി വാങ്ങിയത് എങ്ങനെ? മമ്മദാണ് ചോദിച്ചത്. മമ്മദ്, വണ്ടി വാങ്ങിയത് എങ്ങനെയാണുള്ളത് അല്ലേ? നമ്മളൊരു പഴയ ബൈക്ക് ഉണ്ട്, പൾസർ 150. അപ്പൊ ആ ബൈക്ക് എടുത്ത് കറക്റ്റ് ഒരു 10 വർഷം മുകളിലായി തോന്നും. അപ്പൊ ഇനി ആ വണ്ടി ഉപയോഗിക്കാൻ താല്പര്യമില്ല, കാരണം വണ്ടി കുറച്ച് കണ്ടായി പോയി. അപ്പൊ ഇനി ആ വണ്ടി പണി എടുത്ത് റിപ്പയർ ചെയ്ത് പിന്നെ പൈസ മുടക്കി അപ്പൊ അതിൽ ട്രാവൽ ചെയ്യണ റിസ്ക് ആണ്. ലോങ് റൈഡൊക്കെ പോകാണ്ടിരിക്കണം. അപ്പൊ വണ്ടി വഴിയിലായ പണിയാണ്. അങ്ങനെ ആകുമ്പോൾ പുതിയ ബൈക്ക് എടുത്തേ പറ്റും. അപ്പൊ നമ്മൾ അങ്ങനെ കുറെ വണ്ടി നോക്കിയ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി യമഹ ആയിരുന്നു, FC ബൈക്ക്. പണ്ടേ ഇഷ്ടമാണ് ബൈക്ക്. അതായത് പണ്ട് പൾസർ 150യും പണ്ട് പൾസർ യമഹ FC ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. ആ സമയത്ത് എനിക്ക് പൾസർ ഇഷ്ടമാണ്, യമഹ FC ഇഷ്ടമാണ്. പിന്നെ പൾസർ എടുത്ത്, കാരണം അന്ന് ഈ ധനുഷ് സിനിമ ഇറങ്ങിയില്ലേ കൊല്ലാതെ, അന്ന് പൾസറാണ് ട്രെൻഡ്. അങ്ങനെ പൾസർ ബൈക്ക് എടുത്ത് പിന്നെ ഇപ്പം പൾസർ ഓടിച്ച് മടുത്തുകൊണ്ട് യമഹ FC പോയി. അങ്ങനെയാണ് ബൈക്ക് എടുത്തത്. ഈ ബൈക്ക് ട്രാവൽ ലോഗിനും ഉപയോഗിക്കുന്നു, പിന്നെ സൊമാറ്റോ ലോഗിനും ഉപയോഗിക്കുന്നു. നല്ല മൈലേജും പെർഫോമൻസിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അത്രയാണല്ലോ അല്ലേ വണ്ടി വാങ്ങിയത് എങ്ങനെ? അതിന് സപ്പോർട്ട് ചെയ്ത് വാണിയാണ്. നമ്മൾ പുതിയ വണ്ടി വാങ്ങിച്ചേ പറ്റൂ. ഈ വണ്ടി പണിയാൻ നിൽക്കേണ്ട, കാരണം പണിയാണ്. ട്രാവലോ റൈഡ് പോകണം, ദൂരേക്ക് പോകാനുണ്ട്. പുതിയ വണ്ടി ശരിയാണെന്ന് പറഞ്ഞു. മൊത്തത്തില് പറയണ ലാസ്റ്റ് പറയണ ഈ ബ്ലോഗിന്റെ ഐശ്വര്യം വാണി സരസ്വതി. ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് എപ്പോഴും പൊഴുത്തി പൊക്കി ഏറെ ചേർക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സങ്കടം വന്നാൽ പെട്ടെന്ന് തോറ്റു പോകുന്ന ആളാണോ സുധീഷ്? ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ മാറും എന്ന വിശ്വാസമുണ്ടോ? ജീവിതം മാറിയാൽ സമൂഹത്തോട് ചെയ്യുന്ന ഫസ്റ്റ് കാര്യം എന്ത്? സങ്കടം വന്നാൽ തോറ്റുപോകില്ല, തോറ്റുപോയ സങ്കടം വരും. സങ്കടം വന്നാൽ വിഷമിക്കില്ലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ മനുഷ്യനല്ലേ, വലിയ ബോൾഡും വലിയ മോട്ടിവേഷൻ ഒന്നുമില്ല. എനിക്ക് വിഷമം ഉണ്ടാവും, ഒന്ന് ഡൗൺ ആവും. പിന്നെ ആ സമയത്ത് ഇവള് മോട്ടിവേറ്റ് ചെയ്യും. പറഞ്ഞല്ലോ, തീർന്നല്ലോ. വീട്ടുകാർ മോട്ടിവേറ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസോ പാട്ടോ കേൾക്കുമ്പോൾ പിന്നെ ഇവരൊക്കെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒന്ന് അപ്പാവും. അത്ര. പിന്നെ നിങ്ങൾ വേറെ ആര്, നമ്മൾ ആൾക്കാരൊക്കെയല്ലേ, ഇവര് മോട്ടിവേറ്റ് ചെയ്താൽ പിന്നെ ഓട്ടോമാറ്റിക്കല്ല മാറില്ല. നിങ്ങളെ മോട്ടിവേഷനാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. സത്യം പറയാലോ, ഇവരെന്റെ ഫാമിലി ഇവരെ മോട്ടിവേറ്റ് ചെയ്യാൻ അർത്ഥമുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യണല്ലോ ഓരോ കാര്യങ്ങളൊക്കെ. ഓരോ വീഡിയോയുടെയും താഴെ വരുന്ന കമന്റ്സ് ആയാലും പിന്നെ ഞാൻ ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ മോട്ടിവേഷന് കാരണം നിങ്ങൾ എല്ലാവരും തന്നെ. ഓക്കെ, ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ മാറുമെന്ന് വിശ്വാസമുണ്ട്. പിന്നെ വിശ്വാസമുണ്ട്, ഇല്ലെങ്കിൽ മുന്നോട്ടാൻ പറ്റൂല. ആ വിശ്വാസം വേണം. കാരണം ജീവിതം മാറിയാൽ സമൂഹത്തോട് ചെയ്യുന്ന ഫസ്റ്റ് കാര്യം എനിക്ക് സത്യം പറയല്ലോ, അതായത് ആദ്യം അങ്ങനെ വിചാരമില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യണം, അതുവഴി സെറ്റിൽ ആവണം, എന്റെ ഫാമിലിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം, അത്രേ ഉള്ളൂ എന്റെ വിചാരം. എനിക്ക് ആരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള മെന്റാലിറ്റി ഇല്ലായിരുന്നു. ഇതെനിക്ക് എപ്പോ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാരണം ഞാൻ കഷ്ടപ്പെട്ട സമയത്ത്, മനസ്സിലായല്ലോ, ഞാൻ കഷ്ടപ്പെട്ട സമയത്ത് നിങ്ങൾ ഹെൽപ്പ് ചെയ്തില്ലേ ഒരുപാട്, GPay വഴി സൂപ്പർ താങ്ക്സ് വഴിയൊക്കെ. ആ ഒരു ഹെൽപ്പാണ് എനിക്ക് തോന്നിയത്. ഞാൻ മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പൊ നാളെ എനിക്ക് നല്ല പൈസ വരാൻ നേരത്ത് ഇതേപോലെ എന്നെ പോലെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യണം എന്ന വിചാരം നിങ്ങൾ കാരണം എനിക്കുണ്ടായി. അത് നിങ്ങളാണ് കാരണം. ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യും, ഉറപ്പാണ്. പറയാലോ, നല്ലപോലെ എനിക്ക് റീച്ച്, റവന്യൂ നല്ലപോലെ സെറ്റിലായി, നല്ല പൈസ വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തേടി പിടിച്ച് ഹെൽപ്പ് ചെയ്യും എല്ലാവർക്കും. മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഉറപ്പാണ്. അത് യാതൊരു മാറ്റവും ഇല്ല. കാരണം കൊടുത്താലേ തിരിച്ച് കിട്ടുള്ളൂ. മനസ്സിലായ? ഇത് ആർക്കും അറിവുള്ളൂ. കുറെ പേർക്കൊന്നും എല്ലാം മാറി കൊടുക്കണ്ട.
നിന്റെ ഒരു 100 രൂപ ഉണ്ടാ, ഒരു 10 രൂപ കൊടുക്കും, കുഴപ്പമില്ല. 5 രൂപ കൊടുക്കും, കുഴപ്പമില്ല. അത്ര തന്നെ കൊടുത്താൽ ശരിക്കും കിട്ടും ഇങ്ങോട്ട്. ഇതാണ് ഞാൻ പഠിച്ച പാഠം, നിങ്ങൾ പഠിപ്പിച്ച പാഠം എനിക്ക്. അവിടെ ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഉറപ്പാണ്. ഓക്കെ, പിന്നെ വേറെ ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ. സങ്കടം വന്നാൽ പെട്ടെന്ന് തോറ്റുപോകുന്ന ആളാണോ സുധീഷ്? ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ മാറും എന്ന് വിശ്വാസമുണ്ടോ? വിശ്വാസം എപ്പോഴും വേണം. ജീവിതം ഉറപ്പായിട്ട് ജീവിതം മാറും. അത് നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്താൽ ഉറപ്പായിട്ട് മാറും. നമ്മൾ ആർക്കു വേണ്ടി ജോലി ചെയ്യാൻ പാടില്ല ഒരിക്കലും. അതായത് കിട്ടിയ ജോലി ചെയ്യാൻ കുഴപ്പമില്ല, സിറ്റുവേഷൻ കാരണം. ആ കിട്ടിയ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്താൽ സൂപ്പറായിട്ട് ജീവിതം മാറും. അതാണ്. ഓക്കെ, മെയിനായിട്ട് ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുക. നമ്മളെ തളപതി വിജയ് പറഞ്ഞ പോലെ റോക്കറ്റ് വിടാൻ പോലെ ഈസി ആയിരിക്കും. இறங்கி வேலை செய்யணும், அதையும் விருப்பத்தோட செஞ்சோம்னு வை, ராக்கெட் விடுறது கூட ஈஸி தான். ചോദിച്ച ആളുടെ പേര് കുക്കാസു. കുക്കാസു, നല്ല പേരല്ലേ? കുക്കു. കുക്കു ആണല്ലേ? കുക്കാസു. കുക്കാസു. ഓക്കെ, സൂപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ തമിഴിലാണ് ചോദിച്ചിട്ടുള്ളത്. ആരും കാണാതെ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഞാൻ തർജ്ജമ ചെയ്ത് തരികയാണ്. யாருக்கும் தெரியாம எப்போ அழுதுருக்கீங்களா? ஓகே. வைஷால் சிவகுமார் ആണ് ചോദിച്ചത്. யாருக்கும் தெரியாம இல்ல, എല്ലാവർക്കും தெரிஞ்சு അഴുതിരിക്കാൻ. സത്യം പറഞ്ഞാൽ കരഞ്ഞിട്ടുണ്ട്, ഇഷ്ടംപോലെ കരഞ്ഞിട്ടുണ്ട്. കൊച്ചിലെ ഇഷ്ടംപോലെ കരഞ്ഞിട്ടുണ്ട്, അത് എല്ലാവർക്കും അറിയാലോ. കൊച്ചിൽ എല്ലാവരും കരയും. വലുതാകുമ്പോൾ നമ്മൾ കരഞ്ഞിട്ടുണ്ടോ വെച്ച് കരഞ്ഞിട്ടുണ്ട്. അത്ര ഒരുപാട് ഇമോഷണൽ സെന്റിമെന്റ് ഒക്കെ വരുമ്പോൾ ഉറപ്പായിട്ട് കരയും. ഞാനും മനുഷ്യൻ തന്നെ. ഇവിടെ മുമ്പ് വെച്ച് കരഞ്ഞിട്ടുണ്ട് അല്ലേ? കരഞ്ഞിട്ടുണ്ട്. അമ്മയുടെ മുമ്പ് വെച്ച് കരഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ കണ്ണിന് പ്രശ്നമെന്ന് പറഞ്ഞില്ലേ, അസുഖം വന്ന് കണ്ണിന് ഇൻഫെക്ഷൻ ആയി, കാഴ്ച കംപ്ലീറ്റ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ? കഴിഞ്ഞ വീഡിയോ പറഞ്ഞു. അന്ന് ഒരുപാട് കരഞ്ഞു. കാഴ്ച പോകുന്ന പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് പറയാം, കണ്ണൊരു വലിയ കാര്യമാണ്. മനസ്സിലായോ? നമ്മുടെ ബോഡിയിൽ നമ്മൾ കണ്ണെന്ന് പറയുന്ന സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടുന്ന പറയുന്നത്. ഇത് ശരിയായി. അപ്പൊ ആണുങ്ങൾ കരയാൻ പാടില്ലെന്ന് ചില വാക്കിൽ പറയാം. അങ്ങനെയൊന്നുമില്ല. കരച്ച പറഞ്ഞാൽ കരയാം, ഒരു വിഷയമൊന്നുമില്ല. തീരെ കരയില് പിന്നെ എങ്ങനെ കരഞ്ഞല്ലേ? കരയില്ല നമ്മളങ്ങനെയൊക്കെ. ശരി, കരച്ച വന്ന് കരഞ്ഞ കുഴപ്പമൊന്നുമില്ല, അത്ര തന്നെ. കരഞ്ഞ് തീക്കണം. നിങ്ങളെ സമാനപ്പെടുത്താൻ ആരെങ്കിലും വരും ഒരാൾ, ആ സമയം കരഞ്ഞോണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഉണ്ടാകും കണ്ണോടത്ത് വേണ്ടി പോകണം. അതായത് നമ്മൾ മനുഷ്യനാണ്, മനസ്സിലായി? നമ്മൾ റോബോട്ട് അല്ല. നമുക്ക് എല്ലാ ഫീലിങ്സും ഉണ്ട്. കരച്ചിൽ വരും, ചിരി വരും, സന്തോഷം, പിന്നെ ദേഷ്യം, പിന്നെ കോപ്രായങ്ങൾ എല്ലാം കാണിക്കും നമ്മൾ, അല്ലേ? ചുമ്മാ കരയൊന്നുമില്ല, നല്ലൊരു എമോഷണൽ ഫീൽ. ഞാൻ പറഞ്ഞില്ല, ആരെങ്കിലും നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാർ വിട്ടു പോകുമ്പോൾ നമ്മൾ കരയും, ഉറപ്പാണ്. ശരിക്കും ആളുണ്ടെങ്കിൽ കരയില്ല, ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കും, കരഞ്ഞു പോകും. അടുത്ത ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് പ്ലേസ്? ന്യൂട്രൽ മീഡിയ ആണ് ചോദിച്ചത്. ന്യൂട്രൽ മീഡിയ ഫേവറേറ്റ് പ്ലേസ് വീട്. ഇതല്ലേ ഫേവറേറ്റ് പ്ലേസ് അല്ലേ? നമ്മൾ എവിടെ പോയാലും തിരിച്ച് ലാസ്റ്റ് വീട്ടിൽ തന്നെ വന്നേ പറ്റൂ, അല്ലേ? എവിടെ നമ്മൾ പോയി ട്രിപ്പിന് പോയാലും ലാസ്റ്റ് വീട്ടിൽ പോയാൽ മതിയായിപ്പോയി എന്ന് തോന്നലുണ്ടാവില്ലേ? വീട്ടിൽ പോയി, നമ്മളെ വീട്ടിൽ പോയിരുന്ന് ഒരു ചായം കുടിച്ച് ടി വി കണ്ട് ഒരു സുഖമായിട്ട് ഉറങ്ങണം. ഇതാണ് ഫേവറേറ്റ് പ്ലേസ്. സത്യം പറയില്ല, ഇത് സത്യം, ഇതിലെ ഫാക്ട്. നമുക്ക് ഇഷ്ടംപോലെ പറയാം. കൊടൈക്കനാലിൽ പറയാം, ഊട്ടി പറയാം, ലഡാക്ക് പറയാം, അല്ലെങ്കിൽ അമേരിക്ക, ആഫ്രിക്ക, ഇഷ്ടംപോലെ സ്ഥലം പറയാം, ഫോറിൻ കൺട്രിയൊക്കെ പറയാം. എന്നാൽ എവിടെയൊക്കെ പോയാലും നമ്മൾ ലാസ്റ്റ് നമ്മളെ വീട്ടിൽ വരണം എന്ന വിചാരം ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, വേറെ ജോലി നോക്കുന്നില്ലേ? ഏജൻസ് വെയിറ്റ് ആണ് ചോദിച്ചത്. വേറെ ജോലി നോക്കുന്നില്ലേ? വേണ്ട, ഇരിക്കുന്ന ജോലി നല്ല പോലെ പോയിക്കൊണ്ടിരിക്കും. ഇനി കിട്ടാനാണ് പോണത്. ഞാൻ 19 വയസ്സിൽ ജോലിക്ക് അറിയായിരുന്നു. 19 വയസ്സ് തൊട്ട് 29 വയസ്സ്, 30 വയസ്സ് വരെ എനിക്ക് എന്ത് ചെയ്യണ ഐഡിയ ഇല്ല. ചുമ്മാ ഒരു കമ്പനി വർക്ക് ചെയ്ത് ശമ്പളം വാങ്ങി വരും. ഇപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് വർക്ക് ചെയ്യുമ്പോൾ. ഒരുപാട് പ്രതീക്ഷയുണ്ട് എന്തെങ്കിലുമൊക്കെ മാറുന്നുള്ളത്. നടക്കോ ഇല്ലെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും പ്രതീക്ഷിക്കുകയാണ്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നല്ലപോലെ നടക്കും, ഫ്യൂച്ചറൊക്കെ മാറും. ഇഷ്ടപ്പെട്ട ജോലിയാണ്, ഇതുവഴി ഒന്ന് സെറ്റിൽ ആവണം ഒരുപാട് ആഗ്രഹമുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ദൈവത്തിന്റെ കയ്യിൽ. പിന്നെ ഭാവി എന്താണെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചെയ്യണ ജോലി കറക്റ്റായിട്ട് ചെയ്ത് പോവുകയാണ്. ഇതിങ്ങനെ പോയിട്ട് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുക, അത്ര തന്നെ. ആർക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ പാടില്ല ആ ജോലിയെ. അവിടെ ഒരു കാര്യം, സൊമാറ്റോ ജോലി എന്ന് പറയുന്നത് എന്റെ പെർമനന്റ് അല്ല, തൽക്കാലത്തേക്ക് എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് സൊമാറ്റോ പോണത്. എനിക്ക് മെയിൻ യൂട്യൂബാണ്, മനസ്സിലായല്ലോ? അതായത് യൂട്യൂബിൽ നിന്ന് തീർത്ത് പറയാൻ പറ്റൂല. എനിക്ക് മീഡിയയിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. മീഡിയ, ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെട്ട ആളാണ് ഞാൻ. അതിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങോട്ട് വന്നത്, യൂട്യൂബിലോട്ട്. ഇവിടെ എന്റെ ക്യാമറ, എന്റെ എഡിറ്റിംഗ്, ഞാൻ ഡയറക്ഷൻ, ഞാൻ ഹീറോ, എല്ലാം ഞാൻ തന്നെ ഇവിടെ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇത് പോണവരെ പോട്ട് അടുത്തൊരു ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ടെക്നോളജി വരുമ്പോൾ യൂട്യൂബിന് പകരം വേറെ വരും, അങ്ങോട്ട് ചാടും, അത്ര തന്നെ. പിന്നെ മെയിനായിട്ട് നമ്മൾ ഓഡിയൻസ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണ്, അത്ര തന്നെ. നിങ്ങൾക്ക് സൊമാറ്റോ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ ചെയ്യാം. സൊമാറ്റോ ജോലിക്ക് ഞാൻ പോകില്ല, സൊമാറ്റോ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ജോലിക്ക് ഞാൻ പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ ഓടിയിട്ട് വരും, വ്ളോഗ് ചെയ്യും, എഡിറ്റ് ചെയ്യും, വിടും, അത്ര തന്നെ. ആ 4 മണിക്കൂറിൽ എത്ര കിട്ടിയാലും വിഷയമില്ലായിരിക്കും. ചിലപ്പോൾ 100 കിട്ടി കാണും, ചിലപ്പോൾ 400 കിട്ടി കാണും, അതൊന്നും വിഷയമില്ല. നിങ്ങൾക്ക് വ്ളോഗ് കൊടുക്കണം, സൊമാറ്റോ വ്ളോഗ്, അത്ര തന്നെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വീട്ടിൽ കിടക്കുന്ന കാർ ആരുടേത്? അത് ആഷിഖാണ് ചോദിച്ചത്. വീട്ടിൽ കിടക്കുന്ന കാർ ആരുടേത് എന്നാണ് പുതിയ കാർ വാങ്ങാൻ പോകുന്നത്. ഈ കാർ നമ്മളെ കാർ തന്നെ. ആ കാർ അച്ഛന്റെ പേരിൽ കിടക്കുകയാണ്, അത്ര തന്നെ. നമ്മളെ കാർ തന്നെ. നമ്മൾ വാങ്ങിച്ച സെക്കൻഡ് ഹാൻഡ് കാറാണ്. കുറച്ച് പണിയൊക്കെ ഉണ്ട് അതില്. പുതിയ കാർ വാങ്ങാൻ ആഗ്രഹമുണ്ട്, വേണം. ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ഇടയ്ക്ക് വഴിയിലായ പണിയല്ലേ. ഓക്കെ, ചോദിച്ചത് ആഷിഖാണ് ചോദിച്ചത്. ശരി, ഓക്കെ. അടുത്തത്, ചേട്ടന്റെ വൈഫ് എന്ത് ജോലി ചെയ്യുന്നു? ഇത് കുറെ പേര് ചോദിച്ചല്ലേ? ചോദിച്ചാരൊക്കെ?
ടെക് റൈഡർ കിച്ചുവിന് നെക്സ്റ്റ് വീഡിയോയിൽ ഹായ് പറയാമോന്ന് പറഞ്ഞു. ഹായ് കിച്ചു. ഇപ്പൊ ഇടയ്ക്ക് ജോലിക്ക് പോയായിരുന്നു, സെറ്റ് ആയില്ല, കാരണം ശമ്പളം കുറവ്, ഒരുപാട് ലോങ് പോകേണ്ടിരിക്കണം. ഇത് നിർത്തിയിട്ട് ഇപ്പൊ വീട്ടിലാണ്. ഇപ്പൊ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 2-3 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പാസ്സായി കഴിഞ്ഞാൽ ഏതെങ്കിലും കിട്ടും, എന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ ജോലിക്ക് പോകും. സത്യം പറയാം, നല്ലൊരു ജോലി സെറ്റ് ആയിരുന്നതാണ്. ആ സമയത്ത് ഒരു ചെറിയ ഫ്രീസിങ്ങിന്റെ സംഭവമായിരുന്നു ബാങ്കിൽ. അതായത് HDFC ബാങ്കിൽ ജോലി കിട്ടിയായിരുന്നു. അപ്പോയിന്റ്മെന്റ് എല്ലാം കെട്ടി അപ്പോയിന്റ്മെന്റ് ഓർഡർ വരാനുള്ള സമയത്ത് അവിടെ ഫ്രീസിംഗ് എന്തായിരുന്നു. അത് കാരണം 1 വർഷം സ്റ്റോപ്പ് വെച്ചതാണ്. പിന്നെ ക്യാച്ച് വിട്ടു നമ്മളല്ലേ ആശ. ഫ്രീസിംഗ് ഒന്നുമില്ല, അവർ വേറെ ആളെടുത്ത്, അവരുടെ റെക്കമെൻഡേഷൻ ആളെടുത്ത് വന്നിട്ടുണ്ടാവും. പക്ഷെ മാറിയിട്ട് നമ്മളത് പ്രതീക്ഷിച്ച് ഒരു 6 മാസം വീട്ടിൽ ചുമ്മായിരുന്നു, വേറെ ജോലിക്ക് പോകാതെ. അത് വിളിക്കുമ്പോൾ പോകണ്ടേ പെട്ടെന്ന്. പിന്നെ 6 മാസം കഴിഞ്ഞ് വാണി വേറെ ജോലി അപ്ലൈ ചെയ്ത് ആ ജോലിക്ക് പോകാൻ വേണ്ടി എല്ലാം ഓക്കെ വരുന്ന സമയത്ത് പിന്നെ വിളിക്കുന്ന HDFC ബാങ്കിൽ നിന്ന്, നിങ്ങൾക്ക് ജോലി കിട്ടും ഉറപ്പാണ്, ഇപ്രാവശ്യം പറ്റിക്കൂല, നിങ്ങളെല്ലാം ഡോക്യുമെന്റ്സ് ആയിട്ട് നാളെ വരാൻ പറഞ്ഞു. അങ്ങനെ ആ ബാങ്കിൽ പോയപ്പോണ്ട് എല്ലാം കൊടുത്തിട്ട് വന്നു. അപ്പൊ ഈ കെട്ടിയ ജോലി നമ്മൾ വേണ്ടെന്ന് വെച്ച്. അപ്പൊ അങ്ങനെ വേണ്ടെന്ന് വെച്ചിട്ട് ഈ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നപ്പോൾ എന്തായി, പിന്നെയും വെയിറ്റിംഗ് ആയി. വെയിറ്റ് ചെയ്ത് 2 മാസം പോയില്ലേ, പിന്നെ 2 മാസം 3 മാസമായി. കെട്ടിയ ജോലിയും പോയി, തരാന്ന് പറഞ്ഞ ജോലിയും പോയി. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കപ്പിൾ റൈഡ് പ്ലാൻ ഉണ്ട്. നമ്മളെ കമ്പനി എന്ന് പറഞ്ഞാൽ KLT ആണ്. ഇവിടെ നീ സ്റ്റാഫാണ്, മനസ്സിലായോ? ഓണർ. ശരി, അവളാണ് ഓണർ. ഞാനാണ് സ്റ്റാഫ് കൊടുത്തത്. ജോലി തരുന്നത്, ജോലി ചെയ്ത് മാസ ശമ്പളമായി. എനിക്ക് തരില്ല, എനിക്ക് കേട്ടില്ല. അക്കൗണ്ടിൽ പറഞ്ഞത് പറയുന്നത് പോണത് പോണതെന്ന് ആര് പറയുന്നില്ല. അത്രയ്ക്ക് സ്പീഡിലാണ് കാര്യങ്ങൾ നമുക്ക് ചെലവ്. ആണല്ലോ, നമ്മളെ KLT ഒരു കമ്പനി ആക്കുകയാണ്. അതിന് നമ്മൾ പാർട്ണർഷിപ്പാണ്, മനസ്സിലായോ? ഇപ്പൊ ഈ ഒരു കമ്പനി വർക്ക് ചെയ്ത് വേറെ കമ്പനി പോകണതിന് ആവശ്യമില്ലാതെ ഇല്ല. ഏർണിങ്സ് കിട്ടുന്നുണ്ട്, ശമ്പളം വരുന്നുണ്ട് യൂട്യൂബിൽ നിന്ന്. 6 മാസം കൊണ്ട് 6 മാസമായി. 6 മാസം കൊണ്ട് കറക്റ്റ് എല്ലാ 1 മാസം എന്തോ വന്നില്ല, ബാക്കി എല്ലാ മാസം വരുന്നുണ്ട്. പക്ഷേ നമ്മൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നത്ര ശമ്പളം ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ ഞാൻ ജോലിക്ക് പോകണ്ടെന്നുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പ്രശ്നമാണ് ഇപ്പൊ. ജോലി കിട്ടിയാൽ ഉടനെ അക്സെപ്റ്റ് ചെയ്ത് പോകും. ഞാൻ ഒറ്റയ്ക്ക് നല്ലപോലെ റീച്ച് ആകുമ്പോൾ തിരിച്ച് വരണം നമ്മളെ കമ്പനിയിലോട്ട്. KLT കമ്പനിയിൽ നീ പഴയ പോലെ നമ്മൾ കപ്പിൾ റൈഡ് പോകണം. കപ്പിൾ റൈഡിൽ പോയാൽ ആര് കാണും? അത് ആഡിയൻസ് വരും. ആരും കാണൂല. ഊട്ടി പോയിട്ട് കണ്ടില്ല, എനിക്ക് ഭയങ്കര വിഷമമായി. കഷ്ടപ്പെട്ടാണ് പോയിട്ട് വന്നത്. ഞാൻ സത്യം പറഞ്ഞ എനിക്ക് വരെ അതിശയമായിരുന്നു ഞാൻ ഇങ്ങനെ ഊട്ടി വരെ പോയിട്ട് വന്നത്. അത്രയ്ക്ക് അനുഭവിച്ചു പോയി. നമ്മൾ ഊട്ടിയിൽ സൊമാറ്റോളോ ചെയ്യണം. അവിടെ പോയി എനിക്ക് കണ്ടത് സൊമാറ്റോ ബാഗ് കൊണ്ട് പോകണമായിരുന്നു. സൊമാറ്റോളോ എന്ന് പറയാം, ഇറങ്ങണം. ഫസ്റ്റ് ഓർഡർ അടിച്ച സ്ഥലം ഊട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അഡ്രസ് കാണിക്കണം, ഫോണിൽ എഡിറ്റ് ചെയ്ത് ഒരു കാണാം. ആ സൊമാറ്റോളോ ഓക്കെ, ഫസ്റ്റ് ഓർഡർ ഊട്ടിയിൽ സെറ്റപ്പ്. അങ്ങനെ അത്രയ്ക്ക് അറിഞ്ഞില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് കപ്പിൾ റൈഡ് ചെയ്യാനും ഒരു മടിയാണ്. റീച്ച് ആവുന്നില്ലല്ലോ എന്നുള്ള ഒരു എക്സ്പെൻസ് കൂടുതലാണ്, റീച്ച് ഇല്ല, റവന്യൂ കുറവാണ്. സൊമാറ്റോ ആകുമ്പോൾ റീച്ചും റവന്യൂ ഉണ്ട്, നഷ്ടമില്ല. നമുക്ക് ഇങ്ങോട്ട് ശമ്പളം കെട്ടുകയാണ്. ഒരു കാര്യം കൂടെ പറയാം, അതായത് സൊമാറ്റോ ഫുള്ളും ചെയ്യാൻ പറ്റില്ല. ബോറടിച്ചു പോകും. കാരണം നിങ്ങൾ ബോറടിക്കും, പറയാൻ പറ്റില്ല. ഇപ്പം കണ്ടോണ്ടിരിക്കണായിരിക്കും, എപ്പോഴെങ്കിലും ഒരു സമയത്ത് ബോറടിക്കും. അതുകൊണ്ട് ഒരു ചേഞ്ച് ഇടയ്ക്കിടയിൽ വേണം. ഒരു 2 സൊമാറ്റോ വ്ളോഗ് ആണെങ്കിൽ 2 ഒരു ഫാമിലി വ്ളോഗ്, പിന്നെ 2 കപ്പിൾ വ്ളോഗ്, ബൈക്ക് റൈഡ്, അങ്ങനെയൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു രസമായിരിക്കും. അതുകൊണ്ട് എല്ലാ വ്ളോഗും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാണ്. സമയം കിട്ടുമ്പോൾ കണ്ടാൽ മതി. ചോദിച്ചത് ടെക് റൈഡർ കിച്ചു പറഞ്ഞു ഹായ് പറയാൻ പറഞ്ഞു. ഓക്കെ, അടുത്ത് ക്യാമറയായിട്ട് വ്ളോഗ് ചെയ്യുമ്പോൾ, അടുത്ത ക്വസ്റ്റ്യൻ, ക്യാമറയായിട്ട് വ്ളോഗ് ചെയ്യുമ്പോൾ പേടിയോ അപഹർഷതാ ബോധം ഒക്കെ ഉണ്ടായോ? ഗോവിന്ദനിലാണ് ചോദിച്ചിരിക്കുന്നത്. ഗോവിന്ദനിൽ ക്യാമറയായിട്ട് വ്ളോഗ് ചെയ്യുമ്പോൾ പേടി ആദ്യം ഉണ്ടായിരുന്നു, നല്ല പണി ഉണ്ടായിരുന്നു. ആരെങ്കിലും നോക്കോ, ഇങ്ങനെ നോക്കും. പറഞ്ഞില്ലേ, പ്രാക്ടീസ് ആണ്. ഏതൊരു കാര്യം കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ നാണവും പേടിയും എല്ലാം പോകും. പിന്നെ നമ്മൾ അവിടെ ഹീറോ ആണ്, നമ്മൾ ചെയ്യണതാണ് എല്ലാം ശരി എന്നുള്ള വിചാരം ഉണ്ടാകും. അത്ര തന്നെ. നമ്മൾ പേടി നാണമൊക്കെ മാറി ഇപ്പം കറക്റ്റായി വ്ളോഗ് ചെയ്യും. എന്നാലും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയ അറപ്പുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എല്ലാ വ്ളോഗിലും ഒരു 5 മിനിറ്റ് കഴിയും ഫോം ആകുമ്പോൾ പിന്നെ നമ്മൾ വേറെ ലെവലാണ്, പിന്നെ നമ്മൾ പിടിച്ചാൽ കിട്ടില്ല ആ ലെവലിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ഇഷ്ടപ്പെട്ട പ്ലെയർ? ഞാൻ ക്രിക്കറ്റ് ഫുട്ബോൾ അധികം കാണൂല, പണ്ട് കണ്ടുകൊണ്ടിരുന്നു, അല്ല നിർത്തി. ഇപ്പോൾ അങ്ങനെ വലിയ ഇതൊന്നുമില്ല, സമയമില്ല മെയിനായിട്ട്. കാരണം പറഞ്ഞില്ലേ, അതായത് ഞാൻ ഇപ്പോൾ രാവിലെ എണ്ണീറ്റ് ചെയ്യുന്ന ജോലി, വ്ളോഗ് എഡിറ്റിങ്, ഇതിലേ പോയിക്കൊണ്ടെങ്കിൽ എന്ന് ഇടയ്ക്ക് ഫ്രീ ആകുമ്പോൾ സിനിമ ആണ്. അത്ര തന്നെ. ഫാമിലി ആയിട്ട് തുടങ്ങി പുറത്ത് പോയിട്ട് വരും. ഫാമിലി ആയിട്ട് സിനിമ തിയേറ്ററിൽ സിനിമ ആണ്. പിന്നെ ഗ്രൗണ്ടിൽ പോയി കളിക്കുന്ന ആഗ്രഹമുണ്ട്, അതെന്തായാലും ഒരു ദിവസം ഫ്രീ ആകുമ്പോൾ പോയി കളിക്കലാണ്. നമ്മുടെ ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറയുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറാണ്. പിന്നെ ധോണി ഇഷ്ടമാണ്. ഓക്കെ, അത് ചോദിച്ചത് മുഫീദ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, പെട്ടെന്ന് റീച്ച് കിട്ടി അത്യാവശ്യം നന്നായി പോകുന്നുണ്ടെങ്കിൽ ആദ്യം ബൈക്ക് അപ്ഗ്രേഡ് ചെയ്യുമോ കാർ അപ്ഗ്രേഡ് ചെയ്യുമോ? നിരഞ്ജൻ നായരാണ് ചോദിച്ചത്. കാർ വാങ്ങണമെന്നുണ്ട്, അപ്ഗ്രേഡ് അല്ല. നല്ലപോലെ റീച്ച് റവന്യൂ ഒന്ന് തുടങ്ങി ഈ കാർ കൊടുത്തൊരു പുതിയ കാർ വാങ്ങണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അബൌട്ട് ഫാമിലി. എൻ്റെ കൂടെ വൈഫുണ്ട്, മോളുണ്ട്. മോൾ ഉറക്കമാണ്. അച്ഛനമ്മയും ഉറക്കത്തിലാണ്. ചേട്ടൻ്റെ ഫാമിലി വെള്ളാണിയിലാണ്. ചേട്ടൻ ചേട്ടത്തി
പിന്നെ ചേട്ടൻ 2 മക്കളുണ്ട്, ഒന്ന് കൺമണി, ഒന്ന് പിച്ചു. പിന്നെ അവളുടെ അച്ഛനും അമ്മയും, പിന്നെ അവളുടെ ചേട്ടായി, പിന്നെ ഉണ്ട് ഫാമിലീസ്, മാമനും മാമിയും, അങ്ങനെ വലിയ ലിസ്റ്റേ ഉണ്ട്. ഇതാണ് എന്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ, വേറെ ഒന്നും പറയാനില്ല. പിന്നെ നമ്മളുടെ എന്ത് പറയാ, വേറെ ഫാമിലി പറയാം. പിന്നെ യൂട്യൂബ് ഫാമിലി നിങ്ങളുണ്ട്, എല്ലാ ഫാമിലിയും അല്ലേ. എവിടെയൊക്കെ എമോഷണൽ ഫീലിംഗ്സ്, സ്നേഹമുണ്ടോ അതെല്ലാം ഫാമിലിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മറക്കാൻ പറ്റാത്ത ഡെലിവറി, മോസ്റ്റ് ബാഡ് എക്സ്പീരിയൻസ് ഇൻ ഡെലിവറി, സി കാസ്റ്റ് ചോദിച്ചത്. മറക്കാൻ പറ്റാത്ത ഡെലിവറി, മോസ്റ്റ് ബാഡ് എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ. മറക്കാൻ പറ്റുന്ന ഡെലിവറി നേരത്തെ പറഞ്ഞ തന്നെ. പിന്നെ മോസ്റ്റ് ബാഡ് എക്സ്പീരിയൻസ് കുറെ ഉണ്ട്, സൊമാറ്റോയിൽ പറയാൻ ലിസ്റ്റേ ഉള്ളൂ. ഒന്നും വേണമെങ്കിൽ പറയാം. സാമ്പിൾ ആയിട്ട്, ഒരു ഫ്ലാറ്റിൽ ഓർഡർ കൊടുക്കാൻ പോയ സമയത്ത് അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഞാൻ പുള്ളിയെ കണ്ട് ഇന്ന ഫ്ലാറ്റിൽ പോവുകയാണ്, ഇന്ന ഓർഡറാണ് കൊടുക്കാൻ പോകുന്നത് പറഞ്ഞു. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, നേരെ ഫ്ലാറ്റിനകത്ത് കയറി ഫുഡ് കൊടുത്ത് തിരിച്ച് വന്നപ്പോൾ ഡോർ ലോക്ക് ആയിരിക്കണം. ഞാൻ അതൊക്കെ ഡോർ തുറക്കുന്നില്ല. സംഭവം മനസ്സിലാവുന്നില്ല. ആരെങ്കിലും ലോക്ക് ചെയ്തിട്ട് പോയാൽ സെക്യൂരിറ്റി വിളിച്ച് സെക്യൂരിറ്റി കാണാനില്ല. അപ്പോൾ എനിക്ക് അടുത്ത് ഓർഡർ അടിച്ച് 5-10 മിനിറ്റ് ആയി. സെക്യൂരിറ്റി അവിടെ നടന്ന് പയ്യ പറഞ്ഞു. എന്നിട്ട് വന്ന് പറയായില്ലേ എന്തിന് എഴുതാതെ പോയതാണ്. ഞാൻ എഴുതാതെ പോയതാ, എവിടെ എഴുതുന്ന വായിച്ചു. ആ ബുക്ക് അവിടെ ഇരിക്കില്ലേ, എന്ത് വെച്ചിങ്ങനെ വായിച്ചു. ഞാൻ ബുക്ക് എഴുതാൻ പറഞ്ഞില്ലല്ലോ, അത് പറയണോ എഴുതാ അറിവോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പോയത്, നിങ്ങൾ പറയാത്തപ്പോൾ എഴുതിയിട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ എല്ലാവർക്കും അറിയാലോ, നിനക്ക് അറിവോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ വാപ്പ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ വേലക്കാരെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നീ എന്റെ വേലക്കാരനാ ചോദിച്ചു. എനിക്കാണ് എടാ വിളിച്ച് ദേഷ്യം വന്നു. ഞാൻ പിന്നെ സൈ കെട്ട് എന്റെ വായിക്കകത്തുള്ള എല്ലാം വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല എനിക്ക് ദേഷ്യം വന്നു ഞാൻ കൺട്രോൾ പോകും. പിന്നെ ഞാൻ നിൽക്കുന്നത് ആരും നോക്കുന്നില്ല. എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല, മിസ്റ്റേക്ക് അങ്ങനെ ഭാഗത്താണ്. അങ്ങനെ പറയണമായിരുന്നു, എഴുതിയിട്ട് പോകണമെന്ന് കാര്യം ഇങ്ങനെ പറഞ്ഞോണ്ട് എഴുതിയിട്ട് പോകുമായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ദേഷ്യത്തിൽ ഞാൻ തിരിച്ച് വൃത്തിയൊക്കെ കൊടുത്ത് ചീത്തയും വിളിച്ച് അടിച്ചൊന്നുമില്ല, അടിക്കാൻ കൈ ഓങ്ങി ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ദേഷ്യം അത്ര ദേഷ്യം വന്നത്, എന്നെ ഇൻസൾട്ട് ചെയ്ത് അങ്ങനെ ഒരുപാട്. തെറ്റ് അങ്ങനെ ഭാഗത്താണ്, അങ്ങനെ പറയണമായിരുന്നു. ഇല്ലെങ്കിൽ വന്നിട്ട് എഴുതാലോ കുഴപ്പമില്ലോ. എത്ര സെക്യൂരിറ്റിമാർ പറയും മക്കളെ എഴുതാതെ പോകാൻ, മക്കളെ കുഴപ്പമൊന്നുമില്ല വന്ന് എഴുതാന്ന് പറയും. കാരണം കയ്യിൽ ബാഗ് ഇരിക്കുകയാണ്. ഇപ്പൊ എല്ലാം കൂടെ പറ്റൂല എഴുതാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഒരുപാട് വിഷമമായി പോയി. എന്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ പെരുമാറില്ലായിരുന്നു. പിന്നെ ഞാൻ സത്യം പറയല്ലേ, എനിക്ക് ഇങ്ങോട്ട് ആരെയും ചൊറിയാവുന്ന ഞാൻ പ്രത്യേകം കൊടുക്കും, അത് വേറെ വിഷയം. പിന്നെ എന്താ പറയാം, ദേഷ്യപ്പെടാൻ പാടില്ല, നമ്മൾ ലൈഫിൽ കുറച്ച് സ്മൂത്ത് ഹാൻഡിൽ ചെയ്യണമെന്ന് ഞാൻ തന്നെ പറയും മനസ്സിനോട്. ചില സമയത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് കൺട്രോൾ ഇട്ട് പോയാൽ അതൊരു ബാഡ് എക്സ്പീരിയൻസ് ആണ്. അതുപോലെ കുറെ എക്സ്പീരിയൻസ് ഉണ്ട്, വലിയ കഥ പിന്നെ പറയാം. ഓക്കെ, അത്ര തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ, ലൈഫിൽ ഫാമിലി അല്ലാതെ പുറത്തു നിന്നുള്ള ആരെങ്കിലും വിശ്വാസമുണ്ടോ? അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയും? എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വെച്ച് പറയാമോ? അഖിൽ കുമാർ ചോദിച്ചു. സത്യം പറയല്ലേ, ഒരാളല്ലേ, കുറെ ആൾക്കാർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട്. അത് യൂട്യൂബ് വഴി ആയാലും എന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ആയാലും. ഒരാളെ മാത്രം പറഞ്ഞാൽ മറ്റുള്ള വിഷമമാവും അല്ലേ, അങ്ങനെ ഒരാളെ പറയാൻ പറ്റില്ല. നല്ല ഫ്രണ്ട്സ് എല്ലാവരും മാക്സിമം നല്ല ഫ്രണ്ട്സാണ്. പിന്നെ നമ്മൾ ഫാമിലിയിൽ നിന്ന് പുറത്ത് പഴകുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയാൻ പെട്ടെന്ന് വിശ്വസിക്കില്ല. ആരായാലും ഒന്ന് പഴകി വരുമ്പോൾ ഒന്ന് വിശ്വാസം വരും. നമുക്ക് നെഗറ്റീവ് സംഭവം നടക്കുമ്പോൾ ആ വിശ്വാസമാണ് അല്ലേ. നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് വൈബ് ആവുന്ന കണക്ട് ആവുന്ന ചില ആൾക്കാരെ നമുക്ക് അറിയാൻ പറ്റും ഒന്ന് പഴകുമ്പോൾ തന്നെ. അവരെയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പഴകി നോക്കാം. ഓരോ ദിവസം പഴകും തോറും നമുക്ക് അവരെ ഒരുപാട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു വൈബ് കണക്ട് ആവും. അപ്പൊ നമുക്ക് ഓക്കെ ആവും, വേറെ വിഷയമൊന്നുമില്ല. അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്, അവരെല്ലാവരും നല്ല ഫ്രണ്ട്സാണ്. അവരെല്ലാം വിശ്വസിക്കും, കുഴപ്പമൊന്നുമില്ല. ഒരു ഇൻസിഡന്റ് പറയാനായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഓരോ ഹെൽപ്പ് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വ്ളോഗ് പറ്റൂല. അടുത്ത ക്വസ്റ്റ്യൻ, ഭാവി പരിപാടി എന്താണ്? ഇപ്പൊ ചെയ്യണതിന് ഭാവി പരിപാടി പറഞ്ഞത് കട ഒരിക്കാൻ പാടില്ല, സ്വന്തം വീട്ടിലായിരിക്കണം, നല്ലൊരു കാർ വേണം, ഫാമിലിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. ഇത് തന്നെ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ജോലി, റവന്യൂ മാസം വന്നാൽ സന്തോഷം. പിന്നെ എന്റെ മോളെ നല്ല പഠിപ്പിക്കണം, അതാണ് ഭാവി പരിപാടി. കറക്റ്റ്. ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എന്റെ മോൾ പഠിക്കണം. അവൾക്ക് ഇഷ്ടമുള്ള പഠിത്തം പഠിക്കട്ട്, അതിൽ പഠിച്ച് അവൾ വലിയ ആളായിട്ട് മാറണം. ഇതാണ് ഭാവി കാര്യം. ഓക്കെ. ബൈക്കിന്റെ ഓയിൽ നെയിം പറഞ്ഞ മോട്ടീവിലാണ്. ഗേഡ് എന്ന് പറഞ്ഞ 20 ആണ് തോന്നുന്നത്, കറക്റ്റ് ഓർമ്മയില്ല. 20 ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഗോപ്രോ എഡിറ്റിംഗ് സെറ്റപ്പ് പറയാമോ? വിത്ത് ഗോപ്രോ എഡിറ്റിംഗ് സെറ്റപ്പ് അതൊരു പ്രത്യേക വീഡിയോ ചെയ്യണമല്ലേ, കുറച്ച് പറയാനുണ്ട് ഒരുപാട്. ഗോപ്രോ ഹീറോ 9 ആണ്. വില 35,000 ആണ് വാങ്ങിച്ച സമയത്ത്. ഇപ്പം 33,000 30,000 രാത്രി ആവുള്ളൂ. ഇപ്പൊ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. സൊമാറ്റോ അല്ലാതെ വേറെ ജോലി നോക്കാത്തുണ്ട്? സൊമാറ്റോ അല്ലാതെ വേറെ ജോലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ സൊമാറ്റോ ജോലിയുടെ മെയിൻ റീസണെ യൂട്യൂബിന് വേണ്ടിയിട്ടാണ്. അത്ര തന്നെ. യൂട്യൂബ് നല്ലപോലെ പ്രൊഫഷണൽ ആക്കണം, അതിനുവേണ്ടി സൊമാറ്റോ സപ്പോർട്ട് ചെയ്യണം സൈഡിൽ ബാക്കപ്പ് ആയിട്ട്. എന്ന് ഞാൻ ഫുൾ ടൈം യൂട്യൂബർ ആവും, നല്ലപോലെ റവന്യൂ അടിച്ച് നല്ലപോലെ വരുന്ന സമയത്ത് സൊമാറ്റോ ഫുൾ ആയിട്ട് വിടും. സൊമാറ്റോ വ്ളോഗിന് വേണ്ടി മാത്രം സൊമാറ്റോ ചെയ്യും. ഓക്കെ. അഭിരാമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നേരത്തെ പറഞ്ഞാൽ ഇതൊക്കെ അല്ലേ. ഏജ് നേരത്തെ അത് നല്ല പറഞ്ഞില്ല, 33 വയസ്സായി. ഈ നവംബർ 34 വയസ്സാണ്. മാമെന്നല്ലേ, വയസ്സ് വെറും നമ്പറാണ് അല്ലേ. നമ്മളെ മനസ്സാണ് നമ്മൾ വയസ്സായി ഇതിനെ തീരുമാനിക്കേണ്ടത്. ഞാൻ ഇപ്പോഴും 27 വയസ്സാണ്. നിനക്ക് 15 വയസ്സ് പറയണേ, എനിക്ക് 16 വയസ്സ്. ഇളമൈ ഇതോ കാളേജ് കീഴേജ്
കോളേജ് ടീനേജ് പെങ്ങൾ എന്ന് പറയണ്ട, കോളേജ് ടീനേജ്. ഇതൊക്കെ കട്ട് ചെയ്യുന്നത് എടുത്തിങ്ങോട്ടാ, ക്രിഞ്ചാണ് അതൊക്കെ. അടുത്ത പറ, ചിരിക്കാതെ. സ്വിഗ്ഗി ഓർ സൊമാറ്റോ വ്ലോഗ് നിർത്താൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? കസ്റ്റമർ പ്രൈവസി കാരണം വ്ലോഗ് നിർത്താൻ പറഞ്ഞാൽ എന്തായിരിക്കും നെക്സ്റ്റ് പ്ലാൻ? സ്വിഗ്ഗിയോ, ഓക്കെ. അപ്പൊ സൊമാറ്റോ വ്ലോഗ് കസ്റ്റമർ പ്രൈവസി കാരണം നിർത്താൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? വ്ലോഗ് ചെയ്യാൻ പറ്റില്ല, അത്ര തന്നെ. ഒന്നും ചെയ്യാൻ പറ്റില്ല. കസ്റ്റമറാണ് പ്രാധാന്യം അവിടെ. കസ്റ്റമറിനെ ഇഷ്ടപ്പെടി ചെയ്യാൻ പറ്റുള്ളൂ, വേറെ വഴിയില്ല. കാരണം നമ്മൾ ജോലി ചെയ്യുന്നത് കസ്റ്റമർ വേണ്ടിയിട്ടാണ്. കസ്റ്റമർ എന്ത് പറഞ്ഞാൽ അതനുസരിച്ചേ പറ്റൂ, ഇത്ര തന്നെ. അതുകൊണ്ട് സൊമാറ്റോ വ്ലോഗ് ദി എൻഡ്, അവിടെയാണ് ദി എൻഡ് ആകുന്നത്. അപ്പൊ അത് എത്ര പേര് സപ്പോർട്ട് ചെയ്യും, എത്ര പേര് സപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന കാര്യം അറിഞ്ഞൂടാ. ചില ആൾക്കാർ കമന്റ് ചെയ്യണം ഇപ്പോഴും, കസ്റ്റമറിന്റെ ഫേസ് മാസ്ക് ചെയ്യണം, കസ്റ്റമറിന്റെ ഫുഡ് ഡീറ്റെയിൽസ് പറയാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ലേഡീസ് സർവീസ് മാക്സിമം മാസ്ക് ചെയ്യും, ജെന്റ്സിനെ മാസ്ക് ചെയ്യില്ല. കാരണം ജെന്റ്സ് വലിയ വിഷയമില്ല, അതുകൊണ്ട് മാസ്ക് ചെയ്യാത്തത്. മാസ്ക് ചെയ്യണമായിരുന്നു. വേറെ എഡിറ്റിംഗിൽ ഒരുപാട് വർക്ക് കൂടെയാണ് എനിക്ക് ആ സമയത്ത്. ഞാൻ ഇപ്പം കറക്റ്റ് എല്ലാ ദിവസവും ഒരാഴ്ചയിൽ 3-4 വീഡിയോ ഇടാം. സൊമാറ്റോ വീഡിയോ ഇടുമ്പോൾ കറക്റ്റ് വൈകുന്നേരം 7 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം. ആ സമയത്ത് എഡിറ്റിംഗ് ഒരുപാട് ചെയ്യണ സമയത്ത് ഇതും കൂടെ എഡിറ്റ് ചെയ്യുമ്പോൾ മാസ്കിങ് ചെയ്യണം. മാസ്ക് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് എക്സ്ട്രാ ആവുകയാണ് ഓരോ കസ്റ്റമർ മാസ്ക് ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു ജോലി ഉണ്ട് അത്. അതുകൊണ്ട് ഞാൻ മാക്സിമം ലേഡീസ് സർവീസ് മാത്രമേ മാസ്ക് ചെയ്യുള്ളൂ. പിന്നെ ഫുഡിന്റെ ഡീറ്റെയിൽസ് പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളെ വ്ളോഗിൽ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറയണം. ചുമ്മാ ഫുഡ് എടുത്ത് കൊടുത്ത് കാണിക്കാതെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തുമ്പോഴേ നമുക്ക് കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കുള്ളൂ. അതുമില്ലാതെ ഏതൊക്കെ ഹോട്ടലിൽ ഏതൊക്കെ റെസ്റ്റോറൻറ്റിൽ എന്തൊക്കെ ഫുഡ് കിട്ടുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ ഒരു അസിസി പോവുകയാണ്, അവിടെ നിന്ന് അൽഫാം ചിക്കൻ, പൊറോട്ട, മറ്റേ ഷവർമ എടുക്കുന്നു പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇവിടെ പോയ ഷവർമ കിട്ടും അല്ലേ, അവിടെ പോയാൽ മറ്റേ ഐസ്ക്രീം കിട്ടുമല്ലേ, മറ്റേ ഇവിടെ പോയ കേക്ക് കിട്ടുന്ന ഒരു ഐഡിയ കിട്ടും. ഇതൊക്കെ ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഇതൊക്കെ പ്രൈവസി ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല പ്രൈവസി നോക്കി കഴിഞ്ഞാൽ അല്ലേ. പണ്ടൊക്കെ ഞാൻ ഫേസ് ക്ലിയർ കാണിക്കുമായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല. ഫുഡ് കൊടുക്കാൻ നേരത്തെ ഞാൻ ജസ്റ്റ് ക്യാമറ തിരിച്ചുകളയും, ഫ്രെയിമിൽ കൊണ്ടുവരില്ല കസ്റ്റമറിനെ, നീ കൊടുത്തിട്ട് ജസ്റ്റ് പോയി കളയും. അങ്ങനെയാണ് ചെയ്യുന്നത് മാക്സിമം. നാളെ കസ്റ്റമർ കംപ്ലൈന്റ് ചെയ്ത് അത് സൊമാറ്റോ വഴി ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ബ്ലോഗ് നിർത്താൻ പറഞ്ഞാൽ ഞാൻ നിർത്തും. അന്നത്തോടെ സൊമാറ്റോ ബ്ലോഗ് എൻഡ് ചെയ്യും. പിന്നെ ആ സമയത്ത് എൻഡ് ചെയ്യാൻ നേരത്ത് വേറെ എന്തെങ്കിലും ചെയ്യണം അല്ലേ, അത് ആ സമയത്ത് ആലോചിക്കാം അപ്പൊ എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് Q&A ഒക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. അത് സൊമാറ്റോ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് സൊമാറ്റോ ജോലിക്ക് എത്ര ശമ്പളം കിട്ടും, ഏതൊക്കെ ബുക്ക് ചെയ്യണം, എത്ര ഇൻസെന്റീവ് കിട്ടും, ഓഫർ എപ്പോഴൊക്കെ വരും, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. സൊമാറ്റോക്ക് വേണ്ടിയിട്ട് Q&A ചെയ്യാം. ഇന്നിപ്പോ എന്റെ വേറെ പറയാനല്ലോ. ഒരു കമന്റ് പുതിയത് വന്നു. അപ്പൊ അടുത്ത 1 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. ഇപ്പൊ വന്നാണ് ബ്രോ, ഇതുവരെ ഉള്ള ലൈഫ് സ്റ്റോറി പറയാമോ? പറഞ്ഞത് അഭിലാഷ വരുന്നു, ആസിഫ് അസി അല്ലേ, ആസിഫ് അസി. ഇപ്പൊ ഇതുവരെ ലൈഫ് സ്റ്റോറി പറഞ്ഞെങ്കിൽ വലിയ സമയം വേണ്ടി വരും, അത്രയും പറയാൻ പറ്റില്ല. പിന്നെ ഒരു ദിവസം ഫ്രീ ആയിട്ടൊന്ന് പറയാം. എന്തോ പറയാതിരിക്കണം. ഞാൻ കൊച്ചിലെ LKG പഠിച്ചതും പിന്നെ സ്കൂളിൽ പോയത്, പിന്നെ ഹയർ സെക്കൻഡറി പോയത്, കോളേജിൽ പോയ കഥകളൊക്കെ. അത് സിനിമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, ഫെയിലിയർ, അടിപിടി കേസ്. അടിപിടി പറയുമ്പോൾ പോലീസ് കേസ് അല്ല, നമ്മൾ ഫ്രണ്ട്സിൽ അടിപൊളിയില്ല, ലവ് ഫെയിലിയർ കാണും, അതൊക്കെയാണ്. ലവ് ഫെയിലിയർ അല്ല, പഠിത്തത്തിൽ ഫെയിൽ ആയി കാണും ചിലപ്പം. എല്ലാം ഉണ്ട് ജീവിതം, അങ്ങനെ തന്നെ. ലവ് ഫെയിലിയർ കാണും, സ്റ്റഡി ഫെയിലിയർ കാണും. പിന്നെ എല്ലാം പറയണമെങ്കിൽ വലിയ കഥയായിരിക്കും, പിന്നെ പറയാം. ഓക്കെ, ടീക്കാ പറയാം, ആർന്ന് പറയാമല്ലോ, എല്ലാം പറഞ്ഞില്ല പറയേണ്ടതൊക്കെ. ശരി, ഓക്കെ. അപ്പൊ ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാൻ പോവുകയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 1:30 മണി കഴിഞ്ഞിട്ടുണ്ട്. 1:45 മണിയില്ല രാത്രി. എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴേ സമയമുള്ളതൊക്കെ. കാരണം പകല് മൊത്തം ഓട്ടത്തിലാണ്, രാത്രി ആകുമ്പോൾ ഫ്രീ ആവണത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാലോ. അപ്പോ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും കാണില്ലേ, എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. പോരാ, ഉറക്കം വന്നു, ഉറങ്ങ് പോ.